ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി തർപ്പണത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 വരെയാണ് പിതൃതർപ്പണ ചടങ്ങുകൾ എന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതിവിശാലമായ പടുകൂറ്റൻ പന്തലിന് താഴെ 1000-ലേറെ ഭക്തജനങ്ങൾക്ക് ഒരേ സമയം ബലിതർപ്പണം നടത്തുവാനുള്ള സൗകര്യം. കിഴക്കോട്ടൊഴുകുന്ന പെരിയാറിന്റെ തീരത്ത് വിവിധ പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ നിരവധി ബലിത്തറകൾ. ദക്ഷിണകാശി ചേലാമറ്റം ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി തർപ്പണം 23-ന് അർദ്ധരാത്രി മുതൽ 24 ഉച്ചയ്ക്ക് 1 വരെ നടക്കും. അതിനുള്ള മുഴുവൻ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടകവാവിന്റെ ബലിയായി ബന്ധപ്പെട്ട് വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്നിടം വരെ മഴയോ വെയിലും ഏൽക്കാതെ നല്ല രീതിയിൽ ബലിതർപ്പണങ്ങൾ ചെയ്ത് തിരികെ പോകുന്നതിലേക്ക് സംവിധാനങ്ങളായിട്ട് 25,000 സ്ക്വയർ ഫീറ്റ് ഉള്ള പന്തൽ കടവ് മുതൽ ക്ഷേത്രത്തിന്റെ ചുറ്റും കൂടാതെ ഗ്രൗണ്ട് വരെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ കടവില് ബോട്ട് സൗകര്യങ്ങള്, അതുപോലെ സ്കൂബ ടീമിന് മുങ്ങൽ വിദഗ്ധര്, വള്ളം, വഞ്ചി കാര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ വന്നു പോകുന്നവരെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ബാരിക്കേഡുകൾ കെട്ടി ക്യൂ നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണം രാവിലെ മുതൽ ഉച്ചയ്ക്ക് ഉള്ള ഭക്ഷണം വരെ സൗജന്യമായ രീതിയിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചുമതലപ്പെടുത്തുകയും ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ക്രമസമാധാന പരിപാലനത്തിനായിട്ട് 200ഓളം പോലീസുകാരെ വിന്യസിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. കൂടാതെ അതുമായി ബന്ധപ്പെട്ട് സെക്യൂരിറ്റി സംവിധാനം, നിലവിലുള്ള സെക്യൂരിറ്റി കൂടാതെ 60ഓളം സെക്യൂരിറ്റി ജീവനക്കാര് ഓറിയ സൊല്യൂഷൻസിൽ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നാട്ടുകാരായ ചെറുപ്പക്കാരായ കുട്ടികളെ ഒരു 10-15ഓളം പേര് വോളണ്ടിയേഴ്സായിട്ട് പാർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രസിഡന്റ് VH ഹരിദാസ്, വൈസ് പ്രസിഡന്റ് TR ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി C ഹരി, ജോയിന്റ് സെക്രട്ടറി ശ്രുതിൻ ചന്ദ്രൻ, ട്രഷറർ CR ജയചന്ദ്രൻ, കമ്മിറ്റി അംഗങ്ങളായ SS സതീഷ് കുമാർ, TB പ്രസാദ്, PS വേണുഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ T രാജീവ് എന്നിവർ പങ്കെടുത്തു. ക്യൂ സംവിധാനത്തിലും ഭക്തജനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അകത്തുള്ള നിലവിലുള്ള രസീത് കൗണ്ടറുകൾ കൂടാണ്ട് അഡീഷണൽ ആയിട്ട് 30ഓളം കൗണ്ടറുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനുപരിയായിട്ട് പുലർച്ചെ 3 മണിക്ക് നട തുറന്നാൽ അത് പുലർച്ചെ 3 മണിക്ക് നട തുറക്കുന്നതും ബ്രഹ്മശ്രീ തരണനല്ലൂർ ശ്രീ ഗോവിന്ദൻ തിരുമേനിയുടെ കാർമ്മികത്തിലുള്ള ചടങ്ങുകളാണ് നടക്കുന്നത്. 1 വേ സംവിധാനം. ചേലാമറ്റം ക്ഷേത്രത്തിലേക്ക് വരുന്ന വാഹനങ്ങളെല്ലാം ചേലാമറ്റം കവല വഴി വന്നിട്ട് വലിയ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് KSRTC സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൗണ്ട് ആലഞ്ചോട് ജംഗ്ഷനിലാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് വരുന്ന ചെറിയ വാഹനങ്ങളെല്ലാം ചേലാമറ്റം ജംഗ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അമ്പലത്തിന്റെ മുൻവശത്ത് വന്ന് ആ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ, ആ പാർക്കിംഗ് ഗ്രൗണ്ട് വഴി ഒക്കൽ വഴി ആണ് പോകേണ്ടത്. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് സംവിധാനം മുൻവശത്തെ പോലെ ചെയ്തിട്ടുള്ളത്. ചേലാമറ്റം കവല മുതൽ ക്ഷേത്രം വരെയും ക്ഷേത്രം മുതൽ ഒക്കൽ വരെയും മാറുപള്ളി ജംഗ്ഷനിൽ ഇപ്പുറേക്ക് വരുന്ന ഭാഗങ്ങളെല്ലാം ലൈറ്റ് സംവിധാനങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടുത്തെ ഭക്തജനങ്ങൾക്കും അതുപോലെ ക്ഷേത്രത്തിലും നമ്മുടെ പന്തൽ അങ്ങനെയുള്ള താൽക്കാലിക നിർമ്മാണങ്ങൾക്കെല്ലാം കൂടിയിട്ട് 6,35,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഓറിയന്റ് ഇൻഷുറൻസ് കമ്പനിയായി ബന്ധപ്പെട്ട് നമ്മൾ ചുമതല ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിതൃമോക്ഷദായക ധ്യാനത്തിലുള്ള ശ്രീകൃഷ്ണസ്വാമിയുടെയും നരസിംഹമൂർത്തിയുടെയും പ്രതിഷ്ഠ കൊണ്ട് കാശിക്ക് തുല്യമായിട്ടാണ് ഇവിടം കണക്കാക്കുന്നത്. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി നെടുമ്പള്ളി തരണനല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. നമസ്കാരം, തിലഹവനം, ദ്വാദശനാമ പൂജ, മൃത്യുഞ്ജയ ഹോമം തുടങ്ങിയ വിശേഷാൽ പൂജകൾ പ്രത്യേകമായി നടത്തും. പെരുമ്പാവൂർ, അങ്കമാലി ഡിപ്പോകളിൽ നിന്നും KSRTCയുടെ സ്പെഷ്യൽ സർവീസ് ഉണ്ടാകും. ഗതാഗതം പൂർണ്ണമായും 1 വേ സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ക്ഷേത്ര ഗ്രൗണ്ടുകളിൽ പാർക്കിംഗ് സൗജന്യമാണ്. ഭക്തർക്ക് ക്ഷേത്രം ട്രസ്റ്റിന്റെ വക പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടും സൗജന്യമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. സുരക്ഷയുടെ ഭാഗമായി പെരുമ്പാവൂർ അഗ്നിശമന സേന,
സ്കൂബ ടീം ഉൾപ്പെടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഒക്കൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ സേവനവും ലഭ്യമാണ്. ഭക്തജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് 6.35 കോടിയുടെ ഇൻഷുറൻസ് പരിരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി, പെരുമ്പാവൂർ.